അടുത്തത് ഇഷ്ടകവിതയുടെ ഈ പരിപാടി നമുക്ക് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സുമേഷ് കൃഷ്ണനാണ്. നമുക്കറിയാം കാവ്യരംഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, കാവ്യരംഗത്ത് ഏറെ നമുക്ക് നാളെയുടെ വാഗ്ദാനമാണ് സുമേഷ് കൃഷ്ണൻ. അദ്ദേഹത്തെ നമുക്ക് ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ ഇഷ്ടകവിത പരിപാടിയുടെ ആമുഖം, മലയാളത്തിൽ കവിതയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇഷ്ടകവിത എന്ന പങ്ക്തി. അപ്പോൾ അതിൻ്റെ ആമുഖം നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് സുധാകരൻ സാറാണ്. അദ്ദേഹത്തെ അത് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ക്ഷണിക്കാം. പ്രിയപ്പെട്ട സച്ചിദാനന്ദ സാർ, രാവണ്യ മാഷ്, രേഖ, CS സുരേഷ് കൃഷ്ണൻ, പിന്നെ കൃഷ്ണൻ, പിന്നെ സുഭാഷ് ടീച്ചർ, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിപ്പോൾ നമ്മുടെ നോട്ടീസിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആ വാക്യത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് കവിത മരിക്കുകയാണ്, ഇനി ഇവിടെ കവിതകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു പറ്റം ആൾക്കാർ പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കാത്തവരും നിരക്ഷരകുക്ഷികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കാവ്യശിഖ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ, ഇന്ത്യയിലെ കവികളുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് അങ്ങനെ അത് കേട്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. ഇതിനെപ്പറ്റി ഇതെങ്ങനെ കവിതയുടെ എങ്ങനെയാണ്, ഇപ്പോൾ കവിതയുടെ നില എങ്ങനെയാണ്, കവിത മരിക്കുകയാണോ, അങ്ങനെയുള്ള ആ ചിന്തയിൽ നിന്നാണ് രാവണ്യ മാഷ് ഒരു ആശയം മുന്നോട്ട് വെച്ചത്, ഇഷ്ടകവിത എന്നുള്ള ആശയം. അപ്പോൾ എന്താണ് ഈ ഇഷ്ടകവിത എന്നുള്ളത് ഞാൻ ആദ്യം ചുരുക്കി പറയാം. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൃഷിക്കാർ, കുട്ടികൾ, പിന്നെ തൊഴിലാളികൾ, സാധാരണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കവിത വാങ്ങി രാവണ്യ മാഷ് വായിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തുള്ള കവിതകൾ നമ്മുടെ രേഖാ CG, നമ്മുടെ ബഹുമാനപ്പെട്ട അംഗമാണ് രേഖാ CGക്ക് കൊടുക്കും. രേഖാ CG അത് ഭംഗിയായിട്ട് ഫ്രെയിമൊക്കെ ആക്കി എല്ലാ ആഴ്ചകളിലും 3 ദിവസം കാലത്ത് 7 മണിക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തരികയാണ്. അപ്പോൾ ഈ ഇത് കിട്ടുമ്പോൾ വെളിച്ചാകുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ബെഡ് കോഫി പോലെയാണ് ശരിക്കും ഈ നമ്മുടെ ഇഷ്ടകവിത എന്നുള്ള പങ്ക്തി. അപ്പോൾ നമ്മളത് വായിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിലിടും. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യും, കണ്ടമാനം ഷെയർ ചെയ്യും. ഏറ്റവും രസം 5000 മുതൽ 15000 വരെ ഷെയറുകളാണ് ഈ ഇഷ്ടകവിതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 15000 നിൽക്കില്ല, അതിന് അവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാർ വേറെയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്ത് പോയത്. അപ്പോൾ നമ്മുടെ 500ാമത്തെ എപ്പിസോഡ് ഈ 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി ആണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പോസ്റ്റ് ചെയ്ത കുട്ടികളുടെ കവിതകളാണ്. ഞാൻ മിക്കവാറും എല്ലാ കവിതകളും വായിക്കാറുണ്ട്. ഞാൻ കവിത എഴുതാറില്ലെങ്കിലും ഇത് വായിച്ച് മനസ്സിലാക്കി ആസ്വാദനക്കുറിപ്പൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കവിത വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ കുട്ടികൾ കവിത എഴുതുന്നത് എന്ത് രസം വായിക്കാനായിട്ട്. ഗഹനം കുട്ടികൾ എഴുതാൻ തോന്നില്ല, അത്രയ്ക്ക് ഗഹനമായിട്ടുള്ള കവിതകളാണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി രാവണ്യ മാഷിൻ്റെ ഉദ്ദേശിച്ച ആശയം പിടികിട്ടി. കാരണം കവിത മരിച്ചിട്ടില്ല, കവിത കുട്ടികളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലായി. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാം അതായത് സംഘടിപ്പിച്ചത്. അങ്ങനെ 500ാമത്തെ എപ്പിസോഡ് വന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ അംഗങ്ങളുടെയൊക്കെ മീറ്റിംഗ് മാഷ് വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഈ 500ാമത്തെ എപ്പിസോഡ് വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അത് ഗംഭീരമായിട്ട് ഒരു പൂരം പോലെ നമുക്ക് ആഘോഷിക്കണം. അപ്പോൾ അതിന് എല്ലാവിധ സഹായവും എല്ലാവരും കൂടി വാഗ്ദാനം ചെയ്തിട്ട് ആ ഒരു പൂരമാണ് നമ്മളിന്നിവിടെ കവിതാ പൂരം എന്നുള്ള പേരിലൂടെ നടത്താൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, എത്തിച്ചേരും. 100-150 പേരാണ് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ, പക്ഷേ എല്ലാവരും എത്തിച്ചേരും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇതിന് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഇഷ്ടകവിത വഴി നമ്മൾ എന്താണ് കാണുന്നത്? അത് ശരിക്കും സമൂഹത്തിൻ്റെയും കവികളുടെയും ഒരു പരിച്ഛേദമാണത്. രാവണ്യ മാഷ് ഈ കവിത വായിക്കുന്നത് വഴി രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത് കവികൾക്ക് പ്രോത്സാഹനം ലഭിക്കണം. അതായത് രാവണ്യ മാഷയെ പോലെയുള്ള പ്രഗത്ഭനായിട്ടൊരു കവിതകൾ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രോത്സാഹനം കിട്ടുകയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, അയക്കുന്ന എല്ലാവർക്കും ഒരു ഇനി എഴുതാനുള്ളൊരു പ്രചോദനവും പ്രോത്സാഹനവും കിട്ടുന്നു. രണ്ടാമത് സമൂഹത്തിലേക്ക് ഇതാ ഒരു കവിതയും ഒരു കവിയും കടന്നു വരുന്നു.
രാമണി മാഷ് ഒരു കവിതയും ഒരു കവിയെയും വേണ്ടി കടത്തിക്കൊണ്ടുവരികയാണ് സമൂഹത്തിലേക്ക്. അങ്ങനെ ഇത്രയും എപ്പിസോഡ് വഴിക്ക് എത്രയോ കവികളും കവിതകളുമാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിലൊരു വാക്യം കൂടി ഞാൻ പറയാം. കാലം കവിതയായി രാമണി മാഷിൻ്റെ മുന്നിലെത്തുന്നു, രാമണി മാഷ് കാലത്തെയും അതിജീവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. പിന്നെ ഇഷ്ടകവിതയുടെ 500 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിവിടെ ഇന്നത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കും അതിഥികൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാം. കുട്ടികളാണ് ഇതിൻ്റെ, നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുന്നതെന്ന്. അപ്പോൾ കുട്ടികളും അതിഥികൾക്കും പ്രാധാന്യം കൊടുക്കും. ഇഷ്ടകവിതയിൽ വന്നിട്ടുള്ള കുട്ടികൾക്കും അതിഥികൾക്കും. അതിനുശേഷം കാവിശികയിലെ അംഗങ്ങൾ കവിത അവതരിപ്പിക്കും. അപ്പം മിക്കവാറും ഒരു 50ഓളം പേര് ഇവിടെ നിന്ന് കവിത അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകണല്ലോ ഈ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏറ്റവും ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, പോകരുതമ്മേ നീ പോയാൽ അകിട് ഏതൊന്നിലുണ്ണി പാൽ തേടും എന്ന് പശുവിനെ കൊണ്ട് പറയിപ്പിച്ച വിശ്വകവിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അങ്ങനെ ആ വിശ്വകവി നമ്മുടെ കുട്ടികളായിട്ട് സംവദിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാഷ് സംവദിക്കുന്നത് കുട്ടികളായിട്ട് മാത്രമല്ല, അതിലും ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ടായിരിക്കും. ഈ കവിതയിൽ തന്നെ നമുക്കറിയാമല്ലോ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയാണെങ്കിലും എത്രയോ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് എല്ലാവരും വളരെ സൈലൻ്റായിട്ട് ശ്രദ്ധയോട് കേട്ട് അത് പ്രോത്സാഹിപ്പിക്കണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിലിവിടെ നടക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, ഇത് കവിതാ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കവിത അവതരിപ്പിക്കൽ മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ചില കവിതകളുടെ ദൃശ്യാവിഷ്കാരം നടക്കുന്നുണ്ട്, ഗസൽ സന്ധ്യ നടക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മനോഹരമായ ഭക്ഷണം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പൂരമായിട്ട് മാറും. കാണാൻ പോണ പൂരം പറഞ്ഞു കേൾക്കേണ്ടതെന്നാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ച് തന്നെ അറിയാം ഇന്നത്തെ പൂരത്തിൻ്റെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. കാവിശിക പ്രസിദ്ധീകരിച്ച കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ വായനക്കാരുടെ കയ്യിലെത്താതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ പുസ്തകവും ഓരോ പുസ്തകത്തിനും ഓരോ സ്നേഹകഥ പറയാനുണ്ട്. അപ്പോൾ അത് തുറന്നു വായിക്കുമ്പോഴാണല്ലോ അതിനൊക്കെ ജീവൻ വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കോംബോ ഓഫർ പോലെ പുസ്തകങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 15ഓളം പുസ്തകങ്ങൾ 3500 രൂപ വിലയ്ക്കുള്ള പുസ്തകം 60% ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആകെ 1200 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കാവിശിക ഇറക്കിയിട്ടുള്ള 15 അങ്ങനെ 20 സെറ്റ് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം. പിന്നെ ബാക്കിയുള്ള വേറെ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ 50% വിലയ്ക്ക് നമ്മൾ കാവിശികയുടെ പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങുക, വായിക്കുക. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് പിന്നെ കവികൾ കവിത അവതരിപ്പിക്കുമ്പോൾ ദയവ് ചെയ്തൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ടേ പോവാവൂ. അവനവൻ്റെ കവിത കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പോവരുത്. എല്ലാവരുടെയും കവിതയും ഗസലും എല്ലാം കഴിയുന്നവരെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ പൂരത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി സുധാകരൻ സർ.